ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയ ക്ഷീണം മാറാൻ വേണ്ടി കുറച്ച് നേരം ഈ കലാകാരൻ്റെ മ്യൂസിക് കേട്ട് കുറച്ച് നേരം അങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട്. അവിടെ നിന്ന് ട്രെയിൻ വന്നു. ട്രെയിനിൽ കയറി ഫസ്റ്റ് സിറ്റിയിലോട്ട് പോവാണ്. അങ്ങനെ സിറ്റിയിൽ വന്നിറങ്ങി ആദ്യത്തെ ഡെസ്റ്റിനേഷനായ കസ്തൂരി വാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലേഷ്യയിലെ ഏറ്റവും ഫേമസ് ആയൊരു വാക്ക് വേ ആണിത്. ഇവിടെ ഒത്തിരി കച്ചവടക്കാരും പിന്നെ നല്ല രസകരമായ സ്ട്രക്ചറുമാണ് ഇതിൻ്റെ. ഇപ്പോൾ നമ്മളെത്തുന്നത് ഫെഡ് സ്ക്വയറിലാണ്. നല്ല രസമാണ് ഇതിൽ നടക്കാനായിട്ട്. അങ്ങനെ ഫെഡ് സ്ക്വയറും കടന്ന് നൈസായിട്ടൊരു കോഫി മേടിച്ച് ഈ ലേക്കിൻ്റെ സൈഡിലൂടെ ഉള്ളൊരു വാക്ക് വേ ഉണ്ട്. അതിൽ നടന്ന് അതിൻ്റെ എൻഡിൽ ഒരു വ്യൂ ഉണ്ട്, നമുക്കിപ്പോൾ കാണാം. അങ്ങനെ മിസ്റ്റ് നിറഞ്ഞ ആ ലേക്കും കണ്ട് നമ്മളിനി പോകാൻ പോകുന്നത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലോട്ടാണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടൊരു സിറ്റിയാണ് കേട്ടോ കുലാലംപൂർ. അതിൻ്റെ ഒത്ത നടുക്ക് നല്ലൊരു ഗ്രീനിഷ് പാർക്കും മലേഷ്യൻ ഫ്ലാഗും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ നിന്ന് മലേഷ്യ കാണാനായിട്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, ഒപ്പം കുറേ പേര് റിലാക്സ് ചെയ്യുന്നുണ്ട്. അടുത്ത മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനാണ് സലോമ ബീച്ച്. രസമാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നടന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും. ഇവിടെ കോലാലംപൂർ വരുന്ന എല്ലാവരും ഒരു ഡെസ്റ്റിനേഷനായി കാണുന്ന നമ്മുടെ ട്വിൻ ടവർ. അപ്പം അതിൻ്റെ ഫസ്റ്റ് സൈറ്റ് കിട്ടിയത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഈ വാക്ക് വേ എൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഫസ്റ്റ് വ്യൂ. ഇവിടെ വന്ന ഏതൊരാളും അതിൻ്റെ ചുവട്ടിൽ പോയി ഒരു ഫോട്ടോ എടുക്കാതെ തിരിച്ച് പോകത്തില്ല. അപ്പോൾ അങ്ങോട്ടാണ് ഇനി അടുത്ത യാത്ര. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് വ്യൂ കാണാം. അങ്ങനെ നമ്മൾ ട്വിൻ ടവറിൻ്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി അതിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. ഇനിയൊരു ഫോട്ടോ എടുക്കണം. ഓക്കെ, ഫോട്ടോയും കിട്ടി. ഇതുമായിട്ട് വിശപ്പിൻ്റെ വിളി തുടങ്ങി. അപ്പോൾ എന്ത് കഴിക്കണം എന്ന് വിചാരിച്ച് കുറച്ച് സ്ട്രീറ്റ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നോ രണ്ടോ സ്നാക്സ് കഴിച്ചു, എന്നാലും നമുക്ക് ഒരു ഫീലിംഗ് തോന്നിയില്ല. അങ്ങനെ തപ്പിയപ്പോഴാണ് നമുക്കിവിടെ ഒരു ശരവണ ഭവൻ ഉണ്ടെന്നറിഞ്ഞത്. അങ്ങനെ ഒരു മാർക്കറ്റും ക്രോസ് ചെയ്ത് ശരവണ ഭവൻ തേടിയുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ശരവണ ഭവനോട് കൂടെ നൈസായിട്ട് ഈ യാത്ര നമ്മൾ എൻഡ് ചെയ്യുന്നതാണ്.